ഹലോ, അസ്സാം വലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ വിഭവമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ 100 ഗ്രാം ചെമ്മീനിൻ്റെ അളവിലുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇനി അതിനേക്കാളും കൂടുതൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനേക്കാളും കൂടുതൽ എടുക്കുക. അപ്പോൾ 100 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി അതെടുത്ത് വയ്ക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയായാലും കുഴപ്പമില്ല. എൻ്റെ അടുത്തുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി യോജിപ്പിച്ചിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി പൊരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചേർക്കുക. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ആ മസാലയുടെ കൂടെ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറും കൂടി ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ ഇത് തരും നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചെമ്മീനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഒഴിക്കുക. ഇനി നമ്മൾ നേരത്തെ പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ കുറച്ച് കറിവേപ്പില കൂടി എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ മാഗ്നേറ്റ് ചെയ്തപ്പോൾ കുറച്ച് കറിയിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും എണ്ണയിലേക്കും കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. ഇത് അധികം തീ വെച്ചിട്ട് കരിച്ചെടുക്കരുത്, കുറഞ്ഞ തീ വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇത് നമുക്കിനി റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. കുരുമുളകൊക്കെ ഇട്ട് വരട്ടുന്ന ഒരു വിഭവമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ട് നല്ലോണം മൊരിച്ചിട്ട് വേണം ഇതെടുക്കാൻ. കുറച്ച് ടൈം എടുത്തിട്ട് ക്ഷമയോടുകൂടി ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ നമ്മൾ എങ്ങനെയാണോ പൊരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി നമ്മൾ ചെമ്മീൻ വറുത്തതിൽ നിന്നും 3 ടേബിൾ സ്പൂണോളം ഓയിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള, നല്ല വലുതാണെങ്കിൽ 1 എടുക്കുക, ചെറുതാണെങ്കിൽ 2 സവാള എടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെയും നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു സമയം വരെയും നമ്മളിത് വഴറ്റി കൊടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക എന്നാട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ നന്നായി വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ പച്ചമുളക് നല്ല എരിവാണ്, അതുകൊണ്ടാണ് 1 ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവില്ലാത്താണെങ്കിൽ 2 ഇടാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു സമയം ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് തക്കാളിയുടെ ആ പച്ച രുചിയൊക്കെ ഒന്ന് മാറുന്നവരേക്കും ഒന്ന് വഴറ്റുക. എന്നിട്ട് തക്കാളിയിലെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരുന്നവരെയും നമുക്കിതൊന്ന് അടച്ചു കൊടുക്കണം. തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നവരെയും ഇത് അടച്ചു കൊടുക്കണം. ഇടയ്ക്ക് നമ്മൾ അടപ്പൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ കുറഞ്ഞ ഒരു തീയിൽ വെച്ചിട്ട് വേണം ഈ ഒരു സമയത്ത് നമ്മളിത് ഇളക്കി യോജിപ്പിക്കാൻ. അങ്ങനെ ഇവിടെ തക്കാളിയും സവാളയുടെ ആ ഒരു മിശ്രിതം അങ്ങനെ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ, അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. തരിതരിപ്പായി പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചേർക്കേണ്ടത്. കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന നന്നായി പൊടിഞ്ഞിരിക്കുന്ന പൊടി ചേർക്കരുത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് കുരുമുളക് പൊടി ചേർക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കണം. ഇതിലേക്ക് വെട്ടിത്തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇത് അടച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ 2-3 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നന്നായി വെട്ടിത്തിളയ്ക്കുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഇനി നമുക്ക് തീ വളരെ കുറച്ച് വെക്കണം, സിമ്മിൽ വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ച് ഈ മസാല എല്ലാം ഇങ്ങനെ പുരണ്ടിരിക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതെടുക്കണം.
ഒരു 6 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഇതേപോലെ വറ്റി വരേണ്ടി വരും. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള കുരുമുളകിട്ട് വരട്ടിയ ഒരു ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഒന്നും അത്ര പിടിക്കില്ല, പക്ഷേ നമുക്ക് ഇവിടെ എല്ലാവർക്കും മല്ലിയില ഇടുമ്പോഴാണ് ഇഷ്ടം. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കുരുമുളകിട്ട് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കുക. ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു വിഭവം തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും. അങ്ങനെയുള്ളവരൊന്ന് പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പി വീഡിയോസും ലക്ഷദ്വീപ് കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും അസ്സലാമു അലൈക്കും.